So hi all. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസുകളെ പറ്റിയാണ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എന്താണ് ഫുഡ് ബോൺ ഡിസീസുകൾ? സോ ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ദ അക്യൂട്ട് ഇൽനസ് അസോസിയേറ്റഡ് വിത്ത് ദ റീസെന്റ് കൺസപ്ഷൻ ഓഫ് ഫുഡ്. നമുക്ക് ഭക്ഷണത്തിൽ കൂടെ വരുന്ന അസുഖങ്ങൾ, ഭക്ഷണം അതുപോലെ തന്നെ വാട്ടറിൽ കൂടെ വരുന്ന അസുഖങ്ങൾ. So the food involved in is as usually contaminated with the disease pathogen or the toxins produced by them. And the food such contains these kinds of pathogens and toxins are necessary to make a person sick. So ഈ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാത്തിലും എന്തുണ്ടാവും? ഭക്ഷണത്തിലും വെള്ളത്തിലും പാത്തജൻസ് ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിനും കൂടെ ഡിസീസുകളും എന്തെങ്കിലും ഹാർംനെസ് കോസ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെ FBD എന്ന് പറയാൻ പറ്റുന്നത് ഓർ WBD എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, so classification of foodborne disease mainly categorized into two sections: foodborne infections and foodborne intoxications. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. സോ എന്താണ് foodborne infections എന്നാണ് പറയുന്നത്. സോ ഇത് മെയിൻലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എൻഗൾഫിംഗ് അല്ലെങ്കിൽ എൻട്രൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പാത്തോജൻ ഓർ മൈക്രോ ഓർഗാനിസം ഇൻ ദ ഫുഡ്. നമ്മൾ ഭക്ഷണത്തിൽ കൂടെ മൈക്രോ ഓർഗാനിസത്തിനെ തന്നെ എൻഗൾഫ് ചെയ്യാണ്. സോ അതിനെതിരെ നമ്മുടെ ബോഡി നടത്തുന്ന ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള റിയാക്ഷൻസ്. It may be bacterial, fungal or viral or parasitic. Okay, so foodborne infections tend to have a long incubation periods and are usually characterized by fever. So നമ്മുടെ ശരീരത്തിൽ എത്തിയാലും കുറച്ച് അധിക സമയം കഴിഞ്ഞിട്ടായിരിക്കും റിയാക്ഷൻസ് കാണിക്കുന്നത്. മെയിൻലി അതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഫീവർ ആണ്. സോ ഫുഡ്ബോൺ ഇൻഫെക്ഷനിൽ മെയിൻലി ബാക്ടീരിയൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻ ഉണ്ട്, മൈക്കോട്ടിക് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ ഉണ്ട്, വൈറൽ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ് ഉണ്ട്. സോ ഈ ഫുഡ്ബോൺ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ ബോൺസ് കൂടെ വരുന്നുണ്ട് കേട്ടോ. സോ ബാക്ടീരിയൽ ഫുഡ്ബോൺ ആൻഡ് ബാക്ടീരിയൽ വാട്ടർ ബോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്ലൂഡ് കോളറ, സാൽമണലോസിസ്, ടൈഫോയിഡ്, ഷിജല്ലോസിസ്, യെർസീനിയോസിസ്, എസ്കിരീഷ്യ കോളൈ ഇൻഫെക്ഷൻസ്, കംഫൈലോബാക്ടീരിയോസിസ്, വിബ്രിയോ പാരൻ ഹീമോലൈറ്റിക്കിസ് ആൻഡ് ലിസ്റ്റീരിയോസിസ്. ഇതൊക്കെയാണ് മെയിൻലി വരുന്ന ഡിസീസുകൾ. മൈക്കോട്ടിക് വിച്ച് മീൻസ് ഫംഗസ് കോസിങ്, അതിൽ വരുന്നത് കാൻഡിഡ സ്പീഷ്യസ്, സ്പോറോത്രിസ് സ്പീഷ്യസ് ആൻഡ് ബാങ്കില്ല സ്പീഷ്യസ്. വൈറൽ ഫുഡിൽ വരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ, നോർവാഗ് വൈറസ്, പോളിയോമൈലൈറ്റിസ് വൈറസ് എക്സെട്ര. സോ അതിൽ ഓരോതായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സാൽമണോസിസ്. സോ സാൽമണലോസിസ് എന്ന് പറയുന്നത് സാൽമണല്ലേ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഹാവ് 2000 ഡിഫറെന്റ് സെറോടൈപ്സ് ഹാവ് ദിസ് പർട്ടിക്കുലർ ഓർഗാനിസം. അതുപോലെ ഈ ഒരു ഓർഗാനിസം ക്യാൻ കോസ് disease in animal as well as in humans when taken into the body in sufficient members. അതിന്റെ ഒരു പെർമിറ്റഡ് അളവിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണെങ്കിൽ ആനിമൽസിനും ആസ് വെൽ ആസ് ഹ്യൂമൻസിനും ഈക്വലി അത് ഡിസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്ട്രോയിനസ് കോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. Okay, mainly Salmonella species have a wide host reach. There are organisms which commonly cause food poisonings. So main ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സാൽമണലോസിസ്. സോ ചില ഓർഗാനിസംസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ ഹോസ്റ്റ് സ്പീഷ്യസ്. എക്സാമ്പിൾ ലൈക്ക് സാൽമണല്ല അബോർട്ടസ് ഓവിസ് മെയിൻലി കോസിങ് അബോർഷൻ ഇൻ യൂസ് ആൻഡ് സാൽമണല്ല ഗലേനേരിയം, അത് ഫൗൾ ടൈഫോയിഡ് ആണ് കോസ് ചെയ്യുന്നത്. സോ യൂസ് എന്താന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ പറയാം. Mainly Salmonellosis serotypes are associated with human disease and are not known to affect animals except example like Salmonella typhi and Salmonella paratyphi. ഇത് രണ്ടും ഹ്യൂമൻസിൽ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ്. ടൈഫോയിഡ് അങ്ങനത്തെ കുറച്ച് അസുഖങ്ങൾ. And Salmonellas are ubiquitous in the gut of human and animals and act as source of food contamination. നമ്മുടെ ഇൻഡസ്ട്രൈനിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണ് കേട്ടോ നമ്മുടെ ഗട്ടില്. സോ കോമൺ ഫുഡ് പോയിസണിങ് സീറോടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സാൽമണല്ല പാരറ്റ്, സാൽമണല്ല ടൈഫീരിയം, സാൽമണല്ല എൻഡ്രൈറ്റിഡിസ്, സാൽമണല്ല ഡ്യൂബ്ലിൻ, സാൽമണല്ല സോഫ്റ്റൻബർഗ് എക്സെട്ര. ആൻഡ് ദീസ് സ്പീഷീസ് ആർ ഇൻവോൾവ് ഇൻ കോസിങ് ഡയറിയ ഇൻ അനിമൽസ് ഓൾസോ. സോ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺസപ്ഷൻ ഓഫ് ഇൻഅഡിക്വറ്റ്ലി കുക്ക്ഡ് ഫുഡ് ഓർ തോഡ് മീറ്റ് ഓർ പോൾട്രി, നന്നായിട്ട് കുക്ക് ചെയ്യാത്ത മീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോഴായിരിക്കും നമുക്കിത് മെയിൻലി അകത്തോട്ട് വരാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ക്രോസ് കണ്ടാമിനേഷൻസ് ഓഫ് ഫുഡ് വിത്ത് ഇൻഫെക്റ്റഡ് ഫുഡ് ഹാൻഡ്ലേഴ്സ്, നമുക്ക് ഫുഡ് പാക്ക് ചെയ്തിരുന്ന ആളുടെ ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് വരാം. പ്രസൻസ് ഓഫ് ഫ്ലൈസ്, കോക്രോച്ച്, ഈച്ച, പാറ്റ, എലി, അതൊക്കെ ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യും.
ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്ട്ലി ഫ്രം ദ സ്ലോട്ടർ അനിമൽസ് ടു ഫുഡ്. സ്ലോട്ടേഴ്സിൽ നിന്ന് വരാം, കശാപ്പുകാരിൽ നിന്ന്. അതുപോലെ തന്നെ ഫ്രം ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതായത് നമ്മുടെ വിസർജ്യത്തിൽ നിന്ന് വരാം. അതിൽ നിന്ന് നമ്മുടെ ഫുഡിന് കണ്ടാമിനേറ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ഈച്ച സാധനങ്ങളൊക്കെ വന്ന് ഫുഡ്, അതാണ് ഫുഡ് എപ്പോഴും കവർ ചെയ്ത് വെക്കാൻ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ food poisoning is more likely to occur if the total number of the microorganism present is high. A smaller number maybe have no ill effect. നല്ലൊരു എമൗണ്ടിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസീസ് കോസ് ചെയ്യുള്ളൂ. ചെറിയ എമൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അത്ര വലിയ റിയാക്റ്റീവ് അല്ല. Because our immune system has that much capacity to resist against them. Okay. Foods involved എന്ന് പറയുന്നത് meat and meat products, milk and milk products, eggs and egg products, പിന്നെ animal derived foodsലാണ് കൂടുതൽ കാണാറുള്ളത്. പിന്നെ any food contaminated with salmonella may be involved. Clinical symptoms എന്ന് പറയുമ്പോഴത്തേക്കും abdominal pain, headache, diarrhea, fever, vomiting, prostration and malaise. Please comment what is prostration and malaise in the comment section. എന്താണ് അത് രണ്ടും എന്നുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടിരിക്കുന്നതാണ്. പ്രോസ്ട്രേഷനും മാലൈസും നിങ്ങൾ കേട്ടിട്ടില്ല, കേൾക്കാനുള്ള സാധ്യതകൾ കുറവാണ്. സോ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാം എന്താന്നുള്ളത്. സിവിയർ കേസിൽ വരുമ്പോഴത്തേക്കും സെപ്റ്റിസീമിയ ആൻഡ് ലൂക്കോപീനിയ, എൻഡ്രോകാർഡൈറ്റിസ് ആൻഡ് പെരികാർഡൈറ്റിസ്. സോ എൻഡ്രോകാർഡൈറ്റിസും പെരികാർഡൈറ്റിസും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഹേർട്ട്. ആൻഡ് പ്ലീസ് കമന്റ് ദ സെപ്റ്റിസീമിയ ആൻഡ് ലൂക്കോപീനിയ എന്താന്നുള്ളത്. Severe cases are encountered in babies, young children and the sick and in elderly person. അതായത് വളരെ ചെറിയ കുഞ്ഞുങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് മുതിർന്ന ആളുകളിലായിരിക്കും ഇതുണ്ടാവുക. മോർട്ടാലിറ്റി റേറ്റ് 30% ആണ്. ഉണ്ടാവാന്നല്ല, കോമൺലി കാണുന്നത്. കൺട്രോൾ മെഷേഴ്സ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് ഹൈജീനിക്, ഹാൻഡ്ലിംഗ് ഓഫ് ദ ഫുഡ് പേഴ്സൺസ്, പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുക, പ്രോപ്പർ കുക്കിംഗ്, പിന്നെ ഫ്രോസൺ മീറ്റ്സ് ഒക്കെ നന്നായിട്ട് തോൺ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഹീറ്റ് പ്രോസസിങ് ഓഫ് മീറ്റ്, മിൽക്ക്, ഫിഷ് ആൻഡ് പോൾട്രി ഡിസ്ട്രോയ് ദ സാൽമണല്ല ഓർഗാനിസം ഇൻ ഫുഡ്. നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ. സോ നെക്സ്റ്റ് ഈസ് ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് ഫീവർ. സോ ഇതെന്ന് പറയുന്നത് ഈ സാൽമണല്ല സ്പീഷീസ് തന്നെ കോസ് ചെയ്യുന്ന ഒന്നാണ്. അത് കോസ് ചെയ്യുന്നത് സാൽമണല്ല ടൈഫിയും സാൽമണല്ല പാരാടൈഫി, വിച്ച് ഈസ് A and B, C സെറോടൈപ്സ് വരുന്നത്. ഈ സെറോടൈപ്സ് which is similar to salmonella bacteria but unlike them they are essentially parasites of man. അതായത് ഹ്യൂമൻസിലായിരിക്കും ഈ ഒരു രണ്ടതും കോസ് ചെയ്യുന്നത്. സാൽമണല്ല ടൈഫി possess capsules for antigen in addition to the usual O and H antigen found in the other serotypes. So disease symptoms എന്ന് പറയുന്നത് incubation period of this particular organism is 2 weeks, but it may be vary in between 3 to 28 days for typhoid fever and between 1 to 50 days for the paratyphoid fever. And the endemic fever are generalized septicemic infections with the frequent, if not constant, bacteremia during the first 2 weeks of the disease. So bacteremia എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിനകത്ത് ബാക്ടീരിയയുടെ പ്രസൻസ് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അബ്ഡോമിനൽ സിംറ്റം എന്ന് പറയുന്നത് സിവിയർ ആണ്, while fever and illness may continue 4 to 6 weeks വരെ വരാറുണ്ട്. ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഹ്യൂമൻ സോഴ്സസ് ആണ് പറയുന്നത്. നെയിംലി പേഷ്യൻസ് ആൻഡ് കാരിയേഴ്സ് ആയിരിക്കും നമുക്ക് ഡിസീസ് കോസ് ചെയ്യാം. സോ ഇതിലൊരു ഫേമസ് സ്റ്റോറി ഉണ്ട്, ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞുകൊണ്ട്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ടൈഫോയിഡ് മേരി പ്ലീസ് കമന്റ് സെക്ഷനിൽ പറയൂ അത് എവിടെയാണ് ആ പേഴ്സന്റെ നാട് എന്നുള്ളതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ വേണമെങ്കിൽ അതൊരു സ്റ്റോറിയുടെ ഒരു ചുരുക്കം പറഞ്ഞുതരാം. ടൈഫോയിഡ് മേരി എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു സെർവൻ്റ് ആണ്. അവരുടെ മെയിൻ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരുടെ ശരീരത്തിൽ ഈ ടൈഫോയിഡിന്റെ അംശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ഫുഡിനകത്ത് എപ്പോഴും ഈ ഒരു സോസ് വന്നിട്ട് ടൈഫോയിഡിന്റെ സാൽമണല്ല പാരാടൈഫി അല്ലെങ്കിൽ ടൈഫോയിഡിന്റെ പ്രസൻസ് ഉണ്ടാകും. സോ ഇത് കഴിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് മരിക്കുക. അപ്പോൾ ആദ്യത്തെ തവണ ഇവരുടെ ഫാമിലിയിൽ ഒരു 4 പേര് മരിച്ചു. അതിനുശേഷം അവരവിടെ നിന്ന് ജോലി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെയും വേറെ സ്ഥലത്ത് പോയി കുക്കായിട്ട് ജോലി ചെയ്തു. അവിടെയും ആ കുടുംബത്തിൽ ഒരു 8 പേരോളം മരിച്ചു. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നാണ് മരിക്കണേന്നൊന്നും ഇവർ അറിയുന്നില്ല. പിന്നെ ഇവർ കുക്കിംഗ് സ്ഥലത്ത് പോകുകയാണ്, അവിടെയും ഒരു 10 പേര് മരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങനെ ഇവരുടെ ജോലി ഇതില്ലാണ്ടാവണ സമയം വരെ ഇവർ പോവും, കഴിക്കും. ഇവര് ഇങ്ങനെ കുക്ക് ചെയ്യും. അത് കഴിക്കുന്നവര്
മരിക്കുന്നു. പിന്നെ ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞ് അന്വേഷണങ്ങൾ വന്നപ്പോഴാണ് ഇവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് സാൽമോണല്ലയുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇവര് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവരോട് ഇനി മേലാൽ കുക്കായിട്ട് ജോബ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ ഇവര് വേറെ പേരിലൊക്കെ ചെന്ന് വേറെ സ്ഥലത്ത് കുക്കായിട്ട് ജോബ് ചെയ്തിട്ട് ഇവര് വീണ്ടും ഇതുപോലെ എന്ത് സംഭവിക്കുന്നു, അവിടെ ആളുകൾ മരിക്കുന്നു. പിന്നെ ഒരുപാട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ പിടിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഇതാക്കാണ്. ഇവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും പോയി കുക്കായിട്ട് ജോബ് ചെയ്യുന്നു, അവിടെയും ഇങ്ങനെ മരണപ്പെടുന്നു. പിന്നെ അവസാനം ഇവർ പിടിച്ചു, അവരൊരു ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നതാണ്. നിങ്ങൾ ആ ടൈഫോയിഡ് മേരിയുടെ സ്റ്റോറി ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊന്ന് കമന്റ് സെക്ഷനിൽ എവിടെയായിരുന്നു അവരുടെ നേറ്റീവ് പ്ലേസ് എന്നൊന്ന് പറയാം. So the bacteria mainly transmitted by the contamination of water or milk or food by flies. Only a few organisms are needed to cause this particular disease. Mainly control measures എന്ന് പറയുമ്പോഴത്തേക്കും hygienic control of food and water supplies and detection and treatment of chronic carriers. Vaccination using TAP vaccine. The vaccine mainly contains a mixture of Salmonella typhi and Salmonella paratyphi. The vaccine protects for 5 to 7 years. അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഓർഗാനിസം ആണ് കംഫൈലോബാക്ടീരിയോസിസ്. നെക്സ്റ്റ് ഡിസീസ് ആണ് കംഫൈലോബാക്ടീരിയോസിസ്. സോ മെയിൻലി കംഫൈലോബാക്ടർ എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ഇത് കോസ് ചെയ്യുന്നത്. കംഫൈലോബാക്ടർ ജെജുനി ആൻഡ് കംഫൈലോബാക്ടർ കോളൈ മെയിൻലി കോസ് ദ പോയിസണിങ് in the human beings and mainly cause acute enterocolitis. And Campylobacter jejuni occurs in large numbers in the cattle feces and poultry as normal flora. And Campylobacter coli are commonly associated with the human diarrhea and enteritis in pigs, mostly in association with Treponema hydrocenteria. Disease in mans എന്ന് പറയുമ്പോഴത്തേക്കും jejuni and coli cause illness characterized by diarrhea, abdominal pain, fever, nausea, vomiting and abdominal complaints. Jejunum and ileum and colon are primarily affected, resulting in acute inflammation and occasionally abscess formation. And disease is self-limiting. Another clinical signs എന്ന് പറയുമ്പോഴത്തേക്കും incubation period ranges between 2 to 11 days with an average of 3 to 5 days. It is preside that a fever ആയിരിക്കും ഉണ്ടാവും with a foul smell of watery diarrhea which runs 4 to 3 to 4 days. Mainly diarrhea maintains sometimes contains blood and mucus in feces. ഡയറിയനകത്ത് ബ്ലഡ് മ്യൂക്കസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അബ്ഡോമിനൽ പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും വിത്ത് അസോസിയേറ്റഡ് വിത്ത് ബാക്ക് പെയിൻ, ബാക്ക് ഏക്ക്, പുറം വേദന, അതുപോലെ തന്നെ ഹൈ മോർട്ടാലിറ്റി റേറ്റും കാണിക്കാറുണ്ട്. കണ്ടീഷൻ ഈസ് സെൽഫ് ലിമിറ്റിംഗ് ബട്ട് മേ ലാസ്റ്റ് ഫോർ അപ് ടു 10 days. തനിയെ തന്നെ അത് ലിമിറ്റ് ചെയ്യുന്നത് ഒരു അസുഖമാണ്. പക്ഷെ മെയിൻലി ഇത് 10 ദിവസത്തിനുള്ളിൽ വരെ ലാസ്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ദ ഓർഗാനിസം കണ്ടാമിനേറ്റ് ദ ഫുഡ് സ്റ്റഫ്സ് and the foods involved in the meat from the infected animal പിന്നെ unpasteurized milk and possibly cross contamination from the sources of foods eaten or uncooked or unrefrigerated. Among the meat, poultry constitute the greatest potential source of infection to humans. Preventive measures എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എല്ലാ പ്രിവെന്റീവ് മെഷേഴ്സ് എല്ലാം മെയിൻ ആയിട്ട് വരുന്നതാണ് പ്രോപ്പർ കുക്കിംഗ് വരുന്നുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ അനിമൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട്. പിന്നെ റീകണ്ടാമിനേഷൻ ആഫ്റ്റർ കുക്കിംഗ് പ്രിവെന്റ് ചെയ്യുക. അതായത് ഭക്ഷണം കുക്ക് ചെയ്തതിനു ശേഷം തുറന്നു വെക്കാതിരിക്കുക. കാരണം ഫ്ലൈസ് ഒക്കെ ചെന്ന് ആ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ചെന്നിരുന്നിട്ട് പിന്നെ അതിനകത്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും കണ്ടാമിനേഷൻ അഗെയിൻ കോസ് ചെയ്യാണ്. പ്രോപ്പർ റെഫ്രിജറേഷൻ ഓഫ് ഫുഡ്സ്, recognition and control and prevention of Campylobacter infected in animals and maintains a high standard of hygiene. Next important asugana Shigellosis or Bacillary dysentery. So Shigellosis is mainly caused by the members of the Shigella and അതിൽ വരുന്ന ഓർഗാനിസം എന്ന് പറയുമ്പോഴത്തേക്കും Shigella dysenteria, Shigella flexneri, Shigella boydi and Shigella soni. ഇതിൽ വരുമ്പോഴത്തേക്കും ഈ ഓർഗാനിസത്തിന്റെ എല്ലാ ഒരു സ്പീഷീസിനും എക്സോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആൻഡ് ദ പ്രോട്ടീൻസ് ആർ കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡ് പ്രോട്ടീൻ കോംപ്ലക്സ്. ദേ ആർ വെരി മച്ച് ടോക്സിക് ആൻഡ് ദ ഇൻഫെക്റ്റീവ് ഡോസ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് സാൽമോണല്ല എക്സെപ്റ്റ് സാൽമോണ ടൈപ്പ്. ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഇൽനെസ് ബിഗിൻസ് 1 to 4 days ആഫ്റ്റർ ഇൻജെക്ഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് മേ ലാസ്റ്റ് 4 to 7 days. ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും bloody and watery diarrhea, fever, stomach cramps, nausea, vomiting, dehydration and prostration.
What is prostration? Other comment section പറയാം. In severe cases and convulsions in young children. പിന്നെ ഡയറിയ എന്ന് പറയുന്നത് മെയിൻലി വാട്ടറി ഡിസ്ചാർജ് ആയിട്ടാണ് വരുന്നത്. Quickly lose its fecal character to the composed nothing but pus, mucus, thread and blood. Transmission എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ കേസസിനകത്ത് കാരിയേഴ്സ് only important source of infection. Spread it is by fecal or oral route. Person to person transmission is common, and the bacteria leaves the body in stool of an infected person and infected another person through contaminated hands, food, water or objects. Any type of foods can transmit with Shigella pathogen to cause the in പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹൈജീൻ ഉണ്ടാവുക, സാനിറ്റൈസേഷൻ, ബാത്റൂമിലൊക്കെ പോയിട്ട് നന്നായിട്ട് കൈ വൃത്തിയാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ കൈക്ക് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് വരാനുള്ള ചാൻസസ് കുറയ്ക്കുക, വാട്ടർ കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസസ് കുറയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റുകളെ നന്നായിട്ട് ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസീസ് ഈസ് കോളറ. സോ കോളറ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള വിബ്രിയോ കോളറ ബാക്ടീരിയം കോസ് ചെയ്യുന്ന ഡിസീസാണ്. So cholera vibriosis are ingested in drink or food, and in natural infection the dosage is as usually very small. Organism mainly multiply in the small intestine to produce a very potent endotoxin, which stimulates a persistent of outpouring of isotonic fluid by the gut mucosa. Transmission എന്ന് പറയുമ്പോഴത്തേക്കും mainly natural host of the vibrio cholera vibrios ആണ്. Spread of infection എന്ന് പറയുമ്പോൾ person to person through contaminated water or food. Shrimps, vegetables are the most frequent carriers. Cholera is an infection of crowded poor class communities and it tends to persist in such area. അതായത് ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന, കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്ന ഒരു ഡിസീസ് ആണെന്നാണ് പറയുന്നത്. കാരണം അവിടെയൊക്കെ കോമൺ ബാത്റൂംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. And cholera outbreak occurs either as explosive epidemics, usually in non-endemic areas, or as protracted epidemic waves in an area. Clinical symptoms എന്ന് പറയുന്നത് vomiting and profuse watery diarrhea ആണ്. Vomiting is seen frequently but very rapid dehydration and hypovolemic shock. What is hypovolemic shock? അത് comment section ൽ പറയാം. The frequent watery stools may be accompanied with small parts of the mucosa being liberated from the intestine. Death may occur 12 to 24 hours due to the rapid dehydration. Diagnosis എന്ന് പറയുമ്പോഴത്തേക്കും vibrio immobilization test with a dark field microscopy. In acute stage, vibriosis are abundantly present in the watery stool. Bacteriological examination can be done in the stool and suspect water and food. Precise identification of biotype and serotype using serological and phage sensitive test ആണ് ചെയ്യുന്നത്. Control measures the provision of potable water, proper sewage disposal, and proper cooking and hygienic handling of food. Observation of personal hygiene. Vaccination. The killed phenol preserve vaccine has protection and they last for 3 to 6 months. Viral foodborne infections ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ബാക്ടീരിയൽ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ വൈറൽ. So viruses are common pathogens transmitted through food, and hepatitis A, Norwalk-like virus, like novovirus, are the most important viral foodborne pathogens. And these viruses are highly infectious and may lead to widespread outbreak. So characteristics of this viral foodborne infection in they only a few viral particles are necessary for this disease. These kinds of disease. വളരെ കുറച്ച് viral particles മതി. മറ്റേതൊരു large amount വേണമായിരുന്നു നമുക്ക്. Adequate amount bacterial വന്നാലും നമുക്ക് illness cause ചെയ്യുള്ളൂ. പക്ഷേ ഇതിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു അംശം തന്നെ മതി. High numbers of viral particles are further transmitted via feces and infected persons. Specific lining cells are necessary for the virus replication. Accordingly, they cannot multiply in foods and water. And foodborne viruses are relatively stable and acid resistant outside the host. First one is infectious hepatitis A. So incubation period of this particular organism is being an average 30 days. And it is a systematic infection characterized by gastrointestinal manifestation and liver injury, fever, malaise, anorexia. What is anorexia? Please comment in the comment section. And nausea, abdominal discomfort, bile in urine and jaundice ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. Duration of this particular disease could be from a few weeks to several months. Next one, novovirus or Norwalk-like virus foodborne infection. അതിൽ വരുമ്പോഴത്തേക്കും
relatively mild with an incubation period of 3 days. Clinical manifestations or symptoms include vomiting and diarrhea and rarely convulsions. Asymptomatic infections are commonly and may contribute to the spread of the infection, and infections have resulted from the consumption of raw oysters. Next, foodborne intoxication. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് foodborne organisms, foodborne infection ആയിരുന്നു നമ്മൾ പറയുന്നത് foodborne intoxication. അത് മെയിൻലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടോക്സിൻസ് വഴി. Okay, so consumption of food containing this particular toxins ആണ്. First one biotoxins, which is found in tissues of certain plants and animals. Metabolic products like formed and excreted by microorganisms, bacteria and fungi, algae. Poisonous substance which may be intentionally or unintentionally added during the food production, processing and transportation or storage. So foodborne intoxications, they have short incubation periods. Within minutes or hours, നമുക്ക് reactions കാണാൻ പറ്റും and may be characterized by the lack of fever. Fever ഉണ്ടാവില്ല. മറ്റേത് fever ആയിരുന്നു main symptom എന്ന് പറയുന്നത്. Foodborne intoxication mainly classified into bacterial intoxication, fungal intoxication, chemical intoxication, plant intoxication and poisonous animals. So bacterial foodborne intoxication വരുന്നത് Staphylococcus aureus intoxication, Bacillus cereus foodborne infection, Clostridium perfringens foodborne intoxication, Clostridium botulinum foodborne intoxication. So ഈ particular organism എല്ലാം toxins produce ചെയ്യുന്നതാണ്. Okay. So Staph aureus foodborne disease എന്ന് പറയുമ്പോഴത്തേക്കും ഈ Staph aureus produce ചെയ്യുന്ന enterotoxins ആണ് മെയിൻലി നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത്. മെയിൻലി ഇത് ഒരു 5 enterotoxin produce ചെയ്യുന്ന organism serotypes ആണ്. Staphylococcus enterotoxin A, SEA, SEB, SEC, SED and SEE. Growth condition എന്ന് പറയുമ്പോഴത്തേക്കും they are facultative anaerobes. So they can live in the presence of oxygen or absence of oxygen. Non-spore forming gram-positive coccids ആണ്. They need a optimum temperature of 12 degree to 44 degrees Celsius and the optimum temperature is 37 degrees Celsius and the pH range is 4 to 9.83. Growth occurs in the environment containing up to 80% sodium chloride and water activity of 0.86 to 0.88 when growing aerobically and 0.9 under anaerobic condition. The toxin production occurs at the growth temperature 12 to 44 degrees Celsius and the pH is 4.2. Non-toxin production occurs at the temperature below 12 degrees Celsius, pH greater than 4.2. Nature of these kinds of enterotoxin എന്ന് പറയുമ്പോഴത്തേക്കും they are heat stable. And ordinary cooking procedures, pasteurization and drying do not inactivate these kinds of toxins. So they are insensitive to pH changes and resistant to most proteolysis enzymes. Enterotoxins are also not affected by radiation. All the 5 enterotoxins have the similar potential. So അതിനെ നമുക്ക് destroy ചെയ്യാൻ പറ്റില്ല. So vehicle of foods എന്ന് പറയുന്നത് milk and milk products ആണ്, including pasteurized milk വരെ വരുന്നുണ്ട്. Yogurt, chocolate milk, fermented milk, cream-filled pastries, poultry, fish, shellfish, meat and meat products, non-meat salads, etc. So pasteurization എന്ന് പറയുന്ന പ്രോസസ്സ് മെയിൻലി നമ്മൾ sterilization of foods ആണ് നമ്മൾ ചെയ്യുന്നത്. Liquids. Okay. So reservoirs എന്ന് പറയുന്നത് Staphylococci are mainly found in the varying members in air, dust, water, food and feces and sewage. Primary habitat of this particular is Staph aureus in the mucous membrane of nasopharynx and skin of man and animals. നമ്മുടെ ലാബിൽ നമ്മൾ സ്റ്റാഫിൻ്റെ കൾട്ടിവേഷൻ മെയിൻലി ചെയ്യുന്ന നമ്മുടെ സ്കിന്നിനകത്ത് സ്വാബ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണത്. ഓർഗാനിസം മെയിൻലി ഫൗണ്ട് ചെയ്യുന്നത് നമ്മുടെ നോസ്, സ്കിന്ന്, സലൈവ, ഇൻഡസ്ട്രീനൽ പിന്നെ ഫീസസിലൊക്കെയാണ് കാണുന്നത്. പിന്നെ ഹ്യൂമൻ കാരിയേഴ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓർഗാനിസംസ് ആർ ന്യൂമറസ് and are undoubtedly the source of number of outbreaks. Disease of the symptoms in man's എന്ന് പറയുന്നത് incubation period 1 to 6 hours ആണ് after the consumption of food. At least 1.0 μg ആണ് enterotoxin അകത്തോട്ട് പോകേണ്ട റിയാക്ഷൻ വരാനായിട്ട്. Clinical signs include salivation, nausea, vomiting, abdominal cramps, sometimes diarrhea and prostration.
So it has an attack rate of 5 to 100%, but fatalized with the occurs in children, and the old and debilitated victims are rare. അതായത് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിട്ടുള്ള ആളുകൾ, ഒരുപാട് പ്രായമുള്ളവർ, കുഞ്ഞു കുട്ടികൾ, ഇവർക്കൊക്കെ ഫാറ്റാലിറ്റി റേറ്റ് കൂടുതലായിരിക്കും. ഡ്യൂറേഷൻ ഓഫ് ദിസ് ഇൽനെസ് എന്ന് പറയുന്നത് 24 to 72 hours ആണ്. ഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.0 µg and more is needed to cause the disease. Diagnosis എന്ന് പറയുമ്പോഴത്തേക്കും യൂസ് ഓഫ് ക്ലിനിക്കൽ സിംറ്റംസ്, ഇൻക്യുബേഷൻ 1 to 6 hours ആണ്. ക്ലിനിക്കൽ സിംറ്റംസ് ഇൻക്ലൂഡ് nausea, headache, vomiting and diarrhea. Enumeration of organism in food and stool. അതിനകത്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫംഗൽ ഇൻടോക്സിക്കേഷനിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ്. And these metabolites are called mycotoxins. Grains, oilseeds, fruits and vegetables are mostly involved if they are stored at high humidity or if they are not properly dried before storage. Poor dry storage practices of grains and other foods leads to mold growth and production of mycotoxins. Of significance to public health is aflatoxicosis. കെമിക്കൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കൽ ആയിട്ടുള്ള പോയിസണസ് സബ്സ്റ്റൻസ് നമ്മുടെ ഫുഡിനകത്ത് വരുന്നത്, അത് കണ്ടാമിനേറ്റ് ചെയ്തത് നമുക്ക് കഴിക്കുന്നത്. സോ ദീസ് മേ ബി ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി ഹാപ്പൻസ് ബൈ ദ improper ways of producing, process and transportation of storage. A number of substances can enter the food chain from the environment and through their use as growth promoters or veterinary therapeutics, giving rise to chemical residues. Chemical substance involved എന്ന് പറയുന്നത് heavy metals, example antimony, mercury, arsenic, fluoride, lead, cadmium, cyanide, etc. Pesticides and insecticides like DDT, BHC, organochlorosis and organophosphates, herbicides, fungicides, etc. Example organomerculides. So എങ്ങനെയാണ് കെമിക്കൽസ് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്ത്? ആക്സിഡന്റൽ കണ്ടാമിനേഷൻ ലൈക്ക് ഹെവി മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്. ഇന്റൻഷണൽ അഡീഷൻ, അതായത് പ്രിസർവേറ്റീവ്സ് സച്ചസ് നൈട്രേറ്റ്, സോഡിയം നിക്കോട്ടൈനേറ്റ്, നമ്മൾ ഫുഡ് അഡിറ്റീവ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ലീച്ചിങ് ആൻഡ് ഫ്രം ദ കണ്ടെയ്നേഴ്സ്. പിന്നെ യൂസേജ് മാലിഷ്യസ്ലി. ഓക്കെ, ഇതൊക്കെ ആണ് കെമിക്കൽ എൻട്രൻസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ എക്സിബിറ്റ് in a very short incubation period, usually a few minutes to a few hours with an average of 1 hour. Symptoms are mainly due to the effect on gastrointestinal tract and central nervous system and includes nausea, headache, convulsion and gastrointestinal irritation, abdominal cramps, vomiting and diarrhea and pallor, etc. Other signs എന്ന് പറയുമ്പോഴത്തേക്കും which affects the circulatory system. Symptoms mainly radionucleotide toxicity depends upon the dose and time of the organs depend. Preventive measures എന്ന് പറയുമ്പോഴത്തേക്കും do not use utilities or containers that are able to leach chemicals such as antimony, cadmium, zinc, copper, etc. Use of colored pesticides and proper storage of the same. Prevent contamination of foods when using insecticides and prevent acid foods or carbonate liquids from contact with the exposed population.